നമ്മുടെ നിവിൻ പോളി റീസെന്റ് ഖത്തറിൽ പോയ സമയത്ത് പുള്ളിയുടെ വളരെ വേണ്ടപ്പെട്ട എന്റെ ഫ്രണ്ട്സിന്റെ പടം പുള്ളി ചെയ്യേണ്ടി പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ അൽഫോൺസും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ. നിവിൻ പോളിയുടെ കരിയറിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിലിംസിൽ ഒന്നാണ് പ്രേം. അതായത് അൽഫോൺസിന്റെ ഇപ്പൊ നേരം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മാർക്കഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പ്രേം എന്നുള്ളത്. അതൊരു പാത്ത് ബ്രേക്കിംഗ് ആയിരുന്നു ആ സമയത്ത്. ഒരു ബെഞ്ച് മാർക്ക് സിനിമയാണ്. അൽഫോൺസിന് പോലും അതേപോലെ ഒരു സിനിമ എടുക്കാനുള്ള അതേപോലെ നിവിൻ പോളിയുടെ കരിയറിലെ എല്ലാ വഴികളിലും വിനീത് ശ്രീനിവാസന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇപ്പൊ അവസാനം വന്ന വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പറയണം. അതിപ്പോ മലർവാടിയിൽ തുടങ്ങിയെങ്കിലും നിവിൻ പോളിയുടെ കരിയറിന് ഏറ്റവും ബൂസ്റ്റ് ആയിട്ട് ഫസ്റ്റ് സിനിമ ഈ തട്ടത്തിന് എന്നുള്ള പടം വരുന്നത് തന്നെ അത് മുതൽ തന്നെ അത് വിനീത് ശ്രീനിവാസന്റെ കരിയർ ചെയ്യാൻ നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇപ്പൊ വന്ന ജേക്കബിന്റെ സ്വർഗരാജ്യാണെന്നുണ്ടെങ്കിൽ അതും നിവിൻ പോളിക്ക് ഒരു ആക്ടർ എന്നുള്ള ലെവലിലേക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള തരത്തിൽ കൊടുക്കുന്നത്. അപ്പോ വിനീത് ശ്രീനിവാസൻ, അൽഫോൺസ്, നിവിൻ എന്നൊക്കെ വരുമ്പോ നല്ലൊരു സിനിമ